ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് നോക്കിയിരിക്കല്ലേ ചെയ്യണത്, സ്പ്രെഡ് ചെയ്യണം. നമ്മുടെ കൊച്ചി പനമ്പള്ളി നഗറിൽ വേടൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഇത് സാധാ ഒരു മ്യൂസിക് ഷോയോ അങ്ങനെ സ്പോൺസേർഡ് ആയിട്ടുള്ള പരിപാടിയോ ഒന്നുമല്ല. ഇന്ത്യയിൽ കോടിക്കണക്കിന് സ്റ്റുഡൻസ് അനുഭവിക്കുന്ന പ്രശ്നത്തിനെതിരെ അവർക്ക് പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇന്ന് പനമ്പള്ളി. വേടൻ്റെ പോസ്റ്റ് കണ്ട് കുറച്ച് ടൈം ലേറ്റ് ആയെങ്കിലും ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ക്രൗഡായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റുഡൻസും കാര്യങ്ങളും അവരെ കൺട്രോൾ ചെയ്യാൻ പോലീസൊക്കെ ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗം ഞാൻ ആദ്യമായിട്ടാണ്, ഇതുവരെ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഒന്നും നിൽക്കാത്ത ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു പരിപാടിക്ക് നിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. ഇനി ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ സ്റ്റുഡൻസും ആൾക്കാരും ഉണ്ടെന്നറിയാം. അവരറിയാൻ വേണ്ടി ഞാൻ പറയുവാണ്, ഇതെന്തിനാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എക്സാം നടത്തിയ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുകയും ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതിനെതിരെ നടപടി എടുക്കാതെ നീറ്റ് റീ എക്സാം ചെയ്യാനാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിലപാട്. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാതെ കുറേ പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ നിരാഹാര സമരം നടന്നിയ സോങ് വാങ്ങിച്ചു തുടങ്ങിയ നിരവധി വിദ്യാഭ്യാസ പ്രവർത്തകരെ പോലുന്ന രീതിയിലുള്ള നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. വിദ്യാർത്ഥികളെ വരെ കയ്യേറ്റം ചെയ്യുന്ന ആ ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ രീതിയിൽ നമുക്ക് പനമ്പള്ളികളിൽ കാണാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇതിലൊരു പാർട്ടാവാൻ പറ്റിയത് തന്നെ. ജനാധിപത്യത്തിൽ ജാതിമത ഭേദം മന്യേ എല്ലാ സ്റ്റുഡൻസും എല്ലാ ആൾക്കാരും ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്ന് തന്നെയായിരുന്നു ഈ ഒരു പരിപാടിയിലൂടെ വേടൻ നൽകിയ ആ ഒരു മെസ്സേജ് എന്നാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. വീഡിയോസ് കാണുന്ന എത്ര പേർക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, വിദ്യാഭ്യാസം എന്നത് ഓരോരുത്തരുടെ മൗലിക അവകാശമാണ്. അതിൽ കറക്റ്റായ രീതിക്ക് നീതി ലഭിക്കേണ്ടതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ശബ്ദം ഉയർത്തി ചെയ്യുക തന്നെ ചെയ്യണം. നഷ്ടപ്പെട്ട ഓരോ വിദ്യാർത്ഥികളുടെയും ജീവന് എത്രത്തോളം വില ഉണ്ടായിരുന്നോ അത്രത്തോളം നീതി തന്നെ നമുക്ക് ലഭിക്കണം. ഇതിനെതിരെ അടിച്ചമർത്തുന്ന ഗവൺമെൻറ്റിനെതിരെ ശബ്ദം ഉയർത്താൻ എല്ലാവർക്കും പറ്റണം. ഇത് ഇന്ത്യയിൽ നടക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. നമുക്കിവിടെ എല്ലാവർക്കും തുല്യ അവകാശം കിട്ടേണ്ടതാണ് എന്നെനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യത്തിൽ ജാതിയോ മതമോ ഒന്നും ബാധകമാവേണ്ട കാര്യമല്ല. ഇത് നമുക്ക് വരുന്ന ഭാവി തലമുറ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മളെ സൗണ്ട് ഉയർത്താനുള്ളൂ എന്നെല്ലാവരും മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ളത്, ആരും ചോദിച്ചില്ലെങ്കിലും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഇന്ന് ഇവിടെ പ്രകടനമൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് നോക്കിയിരിക്കല്ലേ ചെയ്യണത്, സ്പ്രെഡ് ചെയ്യണം. 2 ദിവസം മുന്നേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സഹോദരന്മാർക്കൊക്കെ നടന്നത് ഏറ്റവും വലിയ അനീതിയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടണം.